ഒരുപാട് പേര് നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ അവർ അവസാനം സാമ്പത്തികപരമായിട്ട് പാപ്പരായ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇത് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണോ? അവരുടെ ഈ പൈസയ്ക്ക് അവരെന്താണ് ചെയ്യണത് സത്യത്തിൽ? പല ആൾക്കാരും അവർ തിരിച്ചറിയുന്ന പോലുമില്ല ഈ 2, 3 മിസ്റ്റേക്കുകൾ ഡെയിലി ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ആ ഒരു പാവപ്പെട്ട അവസ്ഥയിൽ തന്നെ ജീവിക്കും. എത്ര അവർ സമ്പാദിച്ചാലും ശരി, അവർ അതേ സ്ഥലത്ത് തന്നെ അവസാനം എത്തിച്ചേരും. ഈ വീഡിയോയിൽ 2, 3 ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഭാവി ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്ത് കംപ്ലീറ്റ് നശിപ്പിക്കുന്ന 3 ഹാബിറ്റ്സ്. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാം. ഇതിൽ 3ാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതിനകത്ത് ഞാനും ഒരു കുറ്റവാളി തന്നെയാണ്. ഞാനും ഇതറിയാത്ത കുറേ കാലം ചെയ്തുകൊണ്ടിരുന്നൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ സേവിങ്സ് ഇല്ലാതെ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വീഡിയോൻ്റെ അവസാനം ഈ ഒരു ഹാബിറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പും ഷെയർ ചെയ്യുന്നുണ്ട്. സാധാരണക്കാർ ഞാൻ കുറച്ച് റിച്ച് ആണെന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി പല സാധനങ്ങളും EMIയിൽ വാങ്ങിച്ചു കൂട്ടും. മാത്രമല്ല വീക്കെൻഡ്സിലൊക്കെ പുറത്തു പോയി നല്ല രീതിയിൽ അങ്ങ് അടിച്ചു പൊളിക്കും. നല്ല രീതിയിൽ പൈസ അങ്ങോട്ട് ചിലവാക്കും. അതിനുശേഷം അവിടെ നിന്ന് സെൽഫിയൊക്കെ ഇട്ട് അതായത് ഒരു 10-15 പേരോട് കൂടിയിട്ടൊക്കെ പുറത്ത് പോയി ഫുഡ് അടിച്ച് സെൽഫിയൊക്കെ എടുത്ത് അത് പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലിട്ട് അപ്പിയറൻസ് ഭയങ്കര സംഭവമാണ്, ഞാൻ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കണം. ഇതാണ് ഉദ്ദേശം. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. പുള്ളിക്ക് ഏകദേശം ഒരു 10-30,000 രൂപയോളം സാലറി ഉണ്ടായിരിക്കും. പക്ഷെ മൂപ്പരുടെ ലൈഫ് സ്റ്റൈലൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ ലൈഫ് സ്റ്റൈലൊക്കെയാണ് മൂപ്പര് കൊണ്ടു നടക്കുന്നത്. ബാക്കി അവിടെ പൈസ എന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുത്ത് യൂസ് ചെയ്യും. അതായത് മൂപ്പരുടെ ആവശ്യത്തിന് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യും. പക്ഷെ ഒരൊറ്റ വർഷം കൊണ്ട് മൂപ്പരുടെ ഈ പരിപാടി അവസാനിച്ചു. മൂപ്പര് നല്ല രീതിയിൽ കടത്തിനകത്ത് പെട്ടുപോയി. ഒന്ന് ക്രെഡിറ്റ് കാർഡ്, പിന്നെ ബാക്കിയുള്ള കടങ്ങൾ അത് ഇതൊക്കെ ആയിട്ട്. കാരണം ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് മേലിലേക്ക് പോയി. ശമ്പളം സാലറി എന്ന് പറയുന്നത് 30,000 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇമോഷണൽ ഇൻസെക്യൂരിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മോശമായി പോവോ, മറ്റുള്ളവരുടെ മുമ്പിൽ കുറഞ്ഞ ആളായി പോകുമോ എന്നുള്ളൊരു തോന്നൽ. അതേപോലെ സോഷ്യൽ കമ്പാരിസൺ, അതായത് ഞാനും അവനെയും അല്ലെങ്കിൽ എന്നെയും അവളെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് പിന്നിലായി പോയാൽ മോശമല്ലേ. എൻ്റെ കൂട്ടത്തിൽ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലുള്ള 3 പേർക്കും ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് വേരിയൻ്റ് ഫോണുണ്ട്. എൻ്റെ കയ്യിലുള്ളത് 15,000 രൂപയുടെയോ 20,000 രൂപയുടെയോ ഒരു സാധാ ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പോൾ എനിക്ക് ആ കമ്പാരിസൺ വന്നുകൊണ്ടിരിക്കും. ഞാൻ കുറഞ്ഞു പോയില്ലേ? ഇതൊക്കെയാണ് പ്രശ്നം. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഞാൻ ചേരാതെ പോകുമോ, അവരെന്നെ അവോയ്ഡ് ചെയ്യുമോ, ഞാനൊരു പാവപ്പെട്ടവനാണെന്ന് കരുതി അവരെന്നെ അവോയ്ഡ് ചെയ്യുമോ, അവരൊക്കെ സൂപ്പർ റിച്ച് ആണല്ലോ. ആകണമെന്നില്ല. അവരിതേപോലെ EMI ഇട്ടിട്ട് വാങ്ങിയ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് മിണ്ടാതിരിക്കുന്നതായിരിക്കാം. അവരൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുത്തു എന്നൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കാം. പൈസ ചിലപ്പോൾ അടയ്ക്കുന്നുണ്ടാവും, നമ്മളറിയുന്നുണ്ടാവില്ല പലതും. ഇതിനെന്താ പരിഹാരം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അത് നിങ്ങൾക്ക് ഗുണമുള്ള, നിങ്ങൾക്ക് വളർച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങളിലായിരിക്കണം. അല്ലാതെ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി മാത്രമാകരുത്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഏതിൽ? അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പുതിയ കാര്യം പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ സ്കില്ലിനകത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയും ചോദിക്കണമെങ്കിൽ അത് നമ്മളിൽ തന്നെയാണ് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. നമ്മൾക്ക് നോളജ് ഇല്ലെങ്കിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല. കേട്ടിട്ടില്ലേ, സാമ്പത്തികപരമായിട്ട് ഒരു നോളജ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു 10 കോടി ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ 10 വർഷത്തിനുള്ളിൽ പാപ്പരായിട്ടുണ്ടാവും. എന്നാൽ നല്ല പണത്തെക്കുറിച്ച് എങ്ങനെ മണി മാനേജ്മെൻറ്റ് അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ഒരാളുടെ കയ്യിലാണ് 10 കോടി കിട്ടുന്നതെങ്കിൽ അതൊരു 10 കൊല്ലം കൊണ്ട് 20 കോടി ആക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 30 കോടി ആക്കിയിട്ടുണ്ടാവും മൂപ്പര്. നിങ്ങളോടുള്ളൊരു ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ചിലവാക്കി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കുറ്റബോധം ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഗിൽറ്റി എന്ന് കമൻറ്റ് ചെയ്യുക. എത്ര പേർക്ക് ആ കുറ്റബോധം ഉണ്ടെന്നുള്ളതൊന്ന് അറിയാലോ. എന്തുകൊണ്ടാണ് ഇത്രയേറെ ഡൈവേഴ്സ് കേസുകളും ഇത്രയേറെ ബ്രേക്കപ്പുകളും നമ്മുടെ നാട്ടിലുണ്ടാവുന്നത്? നമുക്കൊരു അക്കൗണ്ടൻ്റ് ആകണമെങ്കിൽ പോലും നമ്മൾ 2-3 വർഷം പഠിക്കണം. MBBSനും ഉണ്ട് ഒരു 4-5 വർഷം പഠനം. വക്കീലാവാനും നമുക്കൊരു 3-4 വർഷം പഠിക്കണം. എല്ലാറ്റിനും പഠിക്കണം. ബന്ധങ്ങൾ നിലനിർത്താൻ, ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ, കമ്മ്യൂണിക്കേഷനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ എത്ര വർഷം പഠിച്ചു? അല്ലെങ്കിൽ എത്ര മാസം പഠിച്ചു? എത്ര ആഴ്ച പഠിച്ചു? എത്ര ദിവസം പഠിച്ചു? എന്തിന് എത്ര മണിക്കൂറുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിനകത്ത് നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിശയം ഇല്ല. അപ്പോൾ എന്ത് വേണം? പഠിക്കണം. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സീക്രട്സ് നിങ്ങളെ A to Z കാര്യങ്ങൾ പഠിപ്പിക്കും. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ബന്ധം വളർത്തിയെടുക്കണം, എങ്ങനെ നശിച്ചു പോയ വിശ്വാസം തിരിച്ചു പിടിക്കണം, ബന്ധങ്ങളുടെ ആഴം എങ്ങനെ വർദ്ധിപ്പിക്കണം,
അങ്ങനെ തുടങ്ങി ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പഠിക്കും. ഒരു സമഗ്രമായിട്ടുള്ളൊരു കോഴ്സാണ്. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമൻറ്റിനായിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യുക. മിസ്റ്റേക്ക് നമ്പർ 2 എന്ന് പറയുന്നത്, ഇവർക്ക് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയേ ഇല്ല. ട്രാക്കിംഗ് ഇല്ല, പ്ലാനിങ് ഇല്ല, ഒന്നുമില്ല. പൈസ വരുന്നു ചിലവാക്കുന്നു, പൈസ വരുന്നു ചിലവാക്കുന്നു. പല പാവപ്പെട്ട ആൾക്കാരും അല്ലെങ്കിൽ സാധാരണക്കാരും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ഈ ബഡ്ജറ്റ് ചെയ്യാൻ മാത്രമൊന്നും പൈസ ഇല്ലെന്നേ. അപ്പോൾ സംഭവം എന്താണ്? നിങ്ങൾക്ക് വേണ്ട സാധനം ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത്. അല്ലാതെ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല നിങ്ങൾ ബഡ്ജറ്റ് ചെയ്യാത്തത്. ബഡ്ജറ്റ് ഇല്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പൈസയില്ല. അതാണ് സത്യം. 15,000 അല്ലെങ്കിൽ 10,000 രൂപ കിട്ടുന്ന ഒരാൾക്കും ബഡ്ജറ്റ് ഉണ്ടാക്കാം, അതിനകത്ത് ജീവിക്കാം. ഇത്ര രൂപ ഇത്രയ്ക്ക്, ഇത്ര രൂപ ഇത്രയ്ക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് ജീവിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് 10 ലക്ഷം രൂപ മന്ത്ലി ഇൻകം കിട്ടിയാൽ പോലും ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് ജീവിക്കാൻ പറ്റില്ല. അതിനനുസരിച്ച് ലൈഫ് സ്റ്റൈലിൽ ഇൻഫ്ലേഷൻ കൊണ്ടുവരും, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് അവർ കൊണ്ടുവരും. 10,000 രൂപയ്ക്ക് ജീവിക്കുന്ന ഒരാൾ ഒരിക്കലും 25,000 രൂപയുടെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ പാടില്ല. അത്രയേ ഉള്ളൂ. ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇതേപോലെ തന്നെ ആയിരുന്നു. കിട്ടുന്ന പൈസ വരുന്നു ചിലവാക്കുന്നു, വരുന്നു ചിലവാക്കുന്നു. ഇങ്ങനെ പോയി ഓരോ മാസവും അവസാനം ആകുന്ന സമയത്ത് കയ്യിൽ 5 പൈസ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അടുത്ത മാസം ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ ചുറ്റിപ്പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടുന്നു. ആ ഒരു എത്തിപ്പെട്ട അവസ്ഥയിൽ എന്തപ്പോൾ ഇതിന് സൊല്യൂഷൻ? അന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻസ്, ആപ്പുകൾ, സോഫ്റ്റ്വെയറുകളൊന്നും ഉണ്ടായിരിക്കാം, പക്ഷെ അത്രത്തോളം പോപ്പുലർ അല്ലാന്ന് തോന്നുന്നു. കാരണം എനിക്കൊരു പിടി ഉണ്ടായിരുന്നില്ല ആ കാലത്തൊക്കെ. അപ്പോൾ ഞാൻ ചെയ്തിരുന്നൊരു പരിപാടി പേപ്പറിൽ എഴുതി കൂട്ടുക, എഴുതി കണക്കുണ്ടാക്കുക, എത്ര ചിലവായി, എത്ര വന്നു, എത്ര ചിലവായി, ആ രീതിയിൽ ഞാൻ ഒരു ഡയറിയിൽ എഴുതുമായിരുന്നു. കാരണം എനിക്ക് വന്നതും പോയത് ഏകദേശം അറിഞ്ഞാൽ കൊള്ളാമെന്നൊരു ഐഡിയ ഉണ്ട്. ഇങ്ങനെ കണ്ണും പൂട്ടി ചിലവാക്കണമെങ്കിൽ എവിടെ പൈസ പോകണമെന്നൊരു പിടിയും കിട്ടണില്ല. പക്ഷെ അത് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഇൻസ്റ്റൻ്റ് ആയിരുന്നു. ആ ഒരു പ്ലാന് കൊണ്ടുവന്ന ഉടനെ തന്നെ കയ്യിൽ പൈസ ഉണ്ടാവാനും തുടങ്ങിയിട്ടുണ്ട്. മിച്ചം വരുന്നുണ്ട് പണം അവസാനം. നിങ്ങൾ എന്തെങ്കിലും ഈ ബജറ്റ് ഉണ്ടാക്കിയിട്ട് ജീവിച്ചിട്ടുണ്ടോ? കുറഞ്ഞത് ഒരു മാസത്തേക്ക് 30 ദിവസത്തേക്കെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ബജറ്റ് ഫോളോ ചെയ്ത് ജീവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യും. എത്ര പേര് ഈ ഇതിനൊക്കെക്കുറിച്ച് അവെയർ ആണെന്നെങ്കിലും നമുക്കൊന്ന് അറിയാമല്ലോ. ഇനി ബജറ്റ് ഇട്ട് ജീവിക്കാത്ത ആൾക്കാരാണെങ്കിൽ ബജറ്റ് ഇട്ട് ഉണ്ടാക്കി ജീവിക്കും, ബജറ്റ് പ്ലാൻ പടി തന്നെ ഇനി ജീവിക്കുള്ളൂ എന്ന് മനസ്സിൽ ഉദ്ദേശിച്ച ആൾക്കാർ ജസ്റ്റ് കമൻറ്റ് ചെയ്യും ഐ വിൽ. എത്ര പേർക്ക് ചേഞ്ച് വരുന്നുണ്ടെന്നും കൂടി നമുക്ക് നോക്കാമല്ലോ. തേർഡ് ഹാബിറ്റ്, ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു, തേർഡ് ഹാബിറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഹാബിറ്റ്. അതായത് ഇന്നേക്ക് വേണ്ടി മാത്രം ജീവിക്കുക. അങ്ങനൊരു ചിന്തയുണ്ട്. നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ലല്ലോ. ഇന്ന് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക. നാളെ അങ്ങ് മേലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എടുത്തു വെച്ചതൊക്കെ ആർക്കാ? നല്ല ചോദ്യമല്ലേ? ബെസ്റ്റ് മണ്ടൻ ചോദ്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ. സാധാരണക്കാർ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയിൽ ഒരു ശ്രദ്ധയില്ല, അതിനെക്കുറിച്ച് എന്താണെന്ന് പോലും അറിയില്ല, അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പോലും അറിയില്ല. അതേപോലെ അവർ ഇഗ്നോർ ചെയ്യുന്ന മറ്റൊരു സാധനമാണ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്. എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴായിരിക്കും നമ്മളതിൻ്റെ വില അറിയുന്നത്. 1000-കണക്കിന് 10,000-കണക്കിന് രൂപ. അതായത് നമ്മുടെ 4, 5, 6 അല്ലെങ്കിൽ 10 വർഷത്തേക്ക് നമ്മുടെ കുറച്ചായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഈ സമ്പാദ്യമൊക്കെ ഒരൊറ്റയടിക്കാണ്ട് ഒഴുകി പോകും. ഒരൊറ്റ ഹോസ്പിറ്റൽ കേസ് വന്നാൽ മതി. നല്ലൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് കിടന്ന് നോക്കി, പണം പോകുന്ന വഴി കാണില്ല. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെച്ചാൽ ആ പരിപാടി സോൾവ് ആവും. പിന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് മന്ത്ലി സാലറി, അതായത് മാസം കിട്ടുന്ന വരുമാനത്തിൽ മാത്രം നമ്പിയും കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു ഏറ്റവും വൃത്തികെട്ട പരിപാടി നമ്മൾ ആദ്യം അവസാനിപ്പിക്കണം. അതായത് ഒരൊറ്റ വരുമാനം, ഒരൊറ്റ സാലറി മാത്രമായിട്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ആ മുതലാളി പറയണം, മോനെ നീ പൊക്കോ, അല്ലെങ്കിൽ മോളെ നീ പൊക്കോ, നിനക്ക് ഇവിടെ ജോലിയില്ല, നിൻ്റെ പെർഫോമൻസ് പോരാ, അല്ലെങ്കിൽ നീയാണ് ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെയോ അല്ലെങ്കിൽ ഓഫീസ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മളെ തൂക്കിയെടുത്ത് വെളിയിലിട്ടാൽ നമ്മളെങ്ങനെ ജീവിക്കും? പെട്ടെന്ന് എമർജൻസി ഫണ്ട് ഇറ്റ്സ് ഓക്കെ, പക്ഷേ ഒരൊറ്റ സാലറി വെച്ച് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ അടുത്ത സ്ഥലത്ത് പോയാലും നമ്മൾ സാലറിക്ക് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതായത് നമ്മൾ അടിമ തന്നെയാണ്, വലിയ ചേഞ്ചൊന്നുമില്ല, വലിയ ഡെക്കറേഷനൊന്നും വേണ്ട, അടിമയായിട്ട് തന്നെ മുന്നോട്ട് പോകും. കോർപ്പറേറ്റ് സ്ലേവ് എന്ന് കേട്ടിട്ടില്ലേ, അതായിട്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകും. അത് വേണോ? ഒരിക്കലും ഞാൻ ഈ പറയുന്ന ഇൻഷുറൻസ് ഒന്നും ആവശ്യമില്ല, സേവ് ചെയ്താൽ മതിയല്ലോ, നമുക്ക് നാളെ പണം എടുത്തു വെക്കണമെന്നല്ലേ ഉള്ളൂ എന്ന് കരുതി എടുത്തു വെച്ചുകൊണ്ട് പിന്നെ ഒരു പ്രശ്നം വന്നിട്ട് എവിടെ ഞാൻ ഇപ്പോൾ വീണല്ലോ ബൈക്കിൽ പോയിട്ട്. എന്തോ ബൈക്കിൽ പോയി ആക്സിഡൻ്റ് ഉണ്ടായതൊന്നുമല്ല, മഴയാണ്. മുമ്പത്തെ കാറ് ബ്രേക്ക് പിടിച്ചു, പിന്നിൽ പോകുന്ന എനിക്ക് ഉടനെ ബ്രേക്ക് പിടിച്ചേ പറ്റുള്ളൂ. മഴയാണ്, കോട്ട കെട്ടിട്ടുണ്ട്, വീണു. വലിയ പരിക്കൊന്നും ഉണ്ടായിട്ടില്ല, കാലിൽ മുറിവായി. പക്ഷേ ആസ്പത്രിയിൽ കേസ് വന്നു.
വലിയ പ്രശ്നമില്ലെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ അറിയാലോ പൈസ ചിലവാകും എന്നുള്ള കാര്യത്തിൽ പൈസ നല്ല രീതിയിൽ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ മനസ്സിലായി സേവ് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ഈ പറയുന്ന ഇൻഷുറൻസ് കൂടി ആവശ്യമാണ്. അന്ന് ഞാൻ മനസ്സിലാക്കി, അനുഭവിച്ച് മനസ്സിലാക്കി. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതെന്നാണ് എൻ്റെ ഓർമ്മ. മുമ്പത്തെ കാറിനെ കുറ്റം പറയാനും പറ്റില്ല. കാരണം അതിൻ്റെ മുമ്പിൽ പോയ വണ്ടി ബ്രേക്ക് ഇട്ടു, അതിൻ്റെ മുമ്പിൽ പോയ വണ്ടി ബ്രേക്ക് ഇട്ടു, എന്തോ സംതിങ് ഫ്രണ്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ അനന്തരഫലമായിട്ട് ചെയിൻ റിയാക്ഷൻ, എനിക്കും ബ്രേക്ക് ഇടേണ്ടി വന്നു, എൻ്റെ പിന്നിൽ വരുന്ന വണ്ടികൾക്കും ബ്രേക്ക് ഇടേണ്ടി വന്നു. അവരൊക്കെ 4 വീലർ ആയതുകൊണ്ട് അവർ പിടിച്ച് നിർത്തി, എനിക്കത് പറ്റിയില്ല, ഞാൻ വീണ്. ഇതിനെന്താ സൊല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ ഒരു 5, 10, 20 വർഷത്തേക്കായിട്ട് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. അതെടുത്ത് വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല, ഒരു സേഫ്റ്റി നെറ്റാണ്. എന്തെങ്കിലും ഒരു അപകടം വന്ന്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന്, ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് സമ്പാദിച്ച പൈസ മൊത്തം പോകാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി നെറ്റ്, അത്രയും മാത്രം നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. എങ്ങനെ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യണം, SIPയിൽ എങ്ങനെ പൈസ ഇട്ടിട്ട് തുടങ്ങണം, അതായത് ഫിനാൻസിൻ്റെ ബേസിക്സ് നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ജീവിതത്തിൽ അതുകൊണ്ട് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്താണ് എനിക്കറിയില്ലല്ലോ എന്ന് പറയരുത്, പഠിക്കുക. പഠിക്കാൻ ഇന്ന് അവസരങ്ങൾ ഒരുപാടാണ്. എത്ര ഏർലി നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു അത്രത്തോളം അത് കോമ്പൗണ്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പലിശയുടെ മുകളിൽ എന്ന് പറയുന്ന പോലെ കിട്ടുന്ന റിട്ടേണൊക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. ഇവിടെ പലപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ആരും കൂടുതലായിട്ട് ചർച്ച ചെയ്യുകയോ ഡിസ്കസ് ചെയ്യുകയോ ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. കൂട്ടുകാർക്കിടയിലാണെങ്കിൽ പോലും പണം ഒരു മാറ്ററേ ഇല്ല. അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ചിട്ടൊന്നും ഒരു ഡിസ്കഷൻ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ഗ്രൂപ്പും ഇങ്ങനെയാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ മെജോറിറ്റി അങ്ങനെ ആവാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം അവരതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ഓട്ടോമാറ്റിക്കലി ഗ്രോ ചെയ്യും സാമ്പത്തികപരമായിട്ട്. കാരണം ഐഡിയാസ് കൈമാറാൻ പറ്റുന്ന ഒരു ഇടമാണ് സുഹൃത്ത് ബന്ധം, സുഹൃത്തുക്കളുടെ ഗ്രൂപ്പ്. പക്ഷേ അതിനകത്ത് ഇതൊരു ടോപ്പിക്കേ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? പണത്തിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അതത്ര നല്ല കാര്യമല്ല, അതൊക്കെ അത്യാഗ്രഹമാണ്, പണത്തെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. പണം എന്നൊക്കെ പറഞ്ഞാൽ ചെകുത്താൻ്റെ ടൂളാണ്. അങ്ങനെ ചെകുത്താൻ്റെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും പണത്തെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല, പണം നമ്മുടെ അടുത്തേക്ക് വരില്ല, നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടും. ഇങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പറയണ അന്ധവിശ്വാസങ്ങളാണ്, മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ പണം നിങ്ങളിൽ നിന്ന് അകറ്റി വയ്ക്കുന്നത്. ഇതിനെക്കുറിച്ച് തിങ്ക് ചെയ്യപ്പെടണം. ഡേഞ്ചറസ് ആയിട്ടുള്ള മണി ബിലീഫുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എങ്ങനെ മാറ്റണം, ഇതിനൊക്കെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിലും വരും വീഡിയോകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ഇതൊക്കെ മിസ് ചെയ്യാതിരിക്കാൻ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ഇപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. നോക്കിക്കോ, അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടായിരിക്കും. കാരണം കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ പറഞ്ഞ 3 ഹാബിറ്റിനകത്ത് ഏത് ഹാബിറ്റാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ നരകിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തിയിട്ടുള്ളത്? കമൻറ്റ് ചെയ്യുകൊണ്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.